സുഹൃത്തുക്കളെ, നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്ത്, വോട്ട് ചെയ്ത് തിരിച്ചു വരുന്ന സമയത്ത് വിനായകൻ ചേട്ടനോട് നമ്മുടെ മനോരമയിലെ മാധ്യമപ്രവർത്തകർ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോ തുടർന്നൊന്ന് കാണാൻ ശ്രമിക്കണേ. കാരണം ഈ ഒരു വിനായകൻ ചേട്ടൻ്റെ ഉത്തരത്തിന് ഒരു വലിയ പ്രാധാന്യമുണ്ട്. നിങ്ങൾ മറ്റെല്ലാം വിട്ടേക്കൂ, അദ്ദേഹം വൃത്തികെട്ടവനാണ്, നല്ല മനുഷ്യനല്ല, മുണ്ട് പൊക്കി കാണിക്കുന്നവനാണ്, തെറി പറയുന്നവനാണ്, ഒരു പൊതുസമൂഹത്തിന് ചേർന്ന ഒരാളല്ല, അതെല്ലാം വിട്ടേക്കൂ. പക്ഷേ ഈ ഒരു അഭിപ്രായത്തിന് ഒരു വലിയ പ്രാധാന്യമുണ്ട്. നിങ്ങൾക്ക് പോകെ പോകെ മനസ്സിലാകും. ഇതാ നടൻ വിനായകൻ ഗാന്ധിനഗർ മാതാനഗർ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത്തവണ എത്രത്തോളം നിർണായകമാണ്? ഇതാണ് ഏറ്റവും നിർണായകം. സിറ്റുവേഷൻ ഭയങ്കര പ്രശ്നമാണ് സ്റ്റേറ്റിൽ. LDF ഇല്ലാതെ ഒരു പണി നടക്കൂല. അതാണ്, അല്ലെങ്കിൽ നാട് നശിച്ചു പോകും. ഇത്ര പറയാനുള്ളതിനോ. ഓക്കെ, നിങ്ങൾ എന്നെ കൊല്ലാൻ വരല്ലേ ദൈവം. ഇതാണ് അന്ന് നമ്മുടെ വിനായകൻ ചേട്ടൻ പറഞ്ഞത്. സിറ്റുവേഷൻ വളരെ പ്രശ്നമാണ് നമ്മുടെ സ്റ്റേറ്റിൽ. ഇവിടെ LDF ഇല്ലാതെ ഒരു കാര്യം മുന്നോട്ട് പോകില്ല ദിനു എന്ന് വളരെ മാന്യമായിട്ട് വിനായകൻ ചേട്ടൻ അന്ന് പറയുന്നുണ്ട്. അന്ന് പറഞ്ഞതിന് ഒരു ഉത്തരം എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കൂടി കാണിച്ചു തരാം. ഉദ്യോഗാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് ചില സാങ്കേതിക കാരണങ്ങളാൽ PSCയിൽ നിന്നും നമുക്ക് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷ റദ്ദാക്കിയതായി അനൗൺസ് ചെയ്യുന്നു. എത്രത്തോളം നിർണായകമാണ്? ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ എത്രത്തോളം നിർണായകമാണ് എന്നുള്ള ചോദ്യവുമായിട്ട് നമ്മുടെ വിനായകൻ ചേട്ടൻ്റെ ആ ഒരു വോയിസ് ഓവർ ഉണ്ട്. സിറ്റുവേഷൻ ഭയങ്കര പ്രശ്നമാണ് സ്റ്റേറ്റിൽ. LDF ഇല്ലാതെ ഒരു പണി നടക്കും. LDF ഇല്ലാതെ ഒരു പണിയും നടക്കില്ല എന്നാണ്. സുഹൃത്തുക്കളെ, കഴിഞ്ഞ 10 വർഷത്തിൽ ഒരിക്കൽ പോലും നമ്മൾ കേട്ടിട്ടില്ലാത്ത, നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു വാർത്ത കൂടി നമ്മുടെ എല്ലാം മുമ്പിലേക്ക് എത്തിയിരിക്കുന്നു. അത് PSC ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ള വാർത്തയാണ്. 2 രീതിയിലാണ് ഇപ്പോൾ ആളുകൾ പറയുന്നത്. ഒന്ന്, അത് ചോർന്നു പോയതാണ് ആ പേപ്പർ. രണ്ടാമത്തേത്, ചോദ്യപേപ്പർ മാറി നൽകി. ഉച്ചയ്ക്ക് ശേഷം നടക്കേണ്ട ചോദ്യപേപ്പർ രാവിലെ പൊട്ടിച്ചു എന്നൊരു വാർത്ത കൂടി നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്നൊക്കെ നമുക്ക് പതുക്കെ അറിയാം. പക്ഷേ കഴിഞ്ഞൊരു 10 വർഷത്തിൽ ഒരിക്കൽ പോലും നമ്മുടെ ഉദ്യോഗാർത്ഥികളെ പറ്റിക്കും വിധം, അവരെ അപമാനപ്പെടുത്തും വിധം ഉള്ള ഒരു പരീക്ഷ നടന്നിട്ടേയില്ല എന്നൊരിതാ അതും നടന്നിരിക്കുന്നു. എത്രയോ ദിവസത്തിന്റെ കഷ്ടപ്പാടാണ്, ദിവസമല്ല വർഷങ്ങളുടെ കഷ്ടപ്പാടിന്റെ അവസാനമാണ് ഇങ്ങനത്തെ ഒരു പരീക്ഷ വരുന്നതും അവർ ആ പരീക്ഷയ്ക്ക് തയ്യാറായിട്ട് വരികയാണ്. ഇനി അത് പഠിച്ചെഴുതണം, തങ്ങൾക്ക് ജോലി കിട്ടണം എന്ന മോഹത്തിന്റെ പുറത്ത് വരുന്നത്. അപ്പോഴാണ് അത്തരം PSC പേപ്പറുകളെല്ലാം ലീക്കാവുകയോ റദ്ദാക്കപ്പെടുകയോ ചെയ്യുന്നത്. PSCന്റെ എക്സാം എഴുതാൻ വേണ്ടി വന്നതാ. 50 കിലോമീറ്റർ വണ്ടിയൊക്കെ ഓടിച്ച് മഴയൊക്കെ കൊണ്ട് എക്സാം സെന്ററിൽ എത്തിയപ്പോൾ പറയുകയാണ് എക്സാം ക്യാൻസൽ ചെയ്തോളൂ. കൃത്യമായ PSC അവരുടെ കൈ കഴുകി പോയിട്ടുണ്ട്. LGS പ്രിലിംസ് ആണ് ക്യാൻസൽ ചെയ്തേക്കുന്നത്. ഒരുപാട് കുട്ടികൾ എഴുതുന്ന എക്സാമാണ്, ഒരുപാട് പേര് കാത്തിരുന്ന എക്സാമാണ്. ഈ എക്സാം എഴുതുന്നതിന് വേണ്ടി മാത്രം മറ്റ് ജില്ലകളിൽ നിന്നും ബാംഗ്ലൂരൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ എത്തിയിട്ടുണ്ട് ഈ എക്സാം എഴുതുന്നതിന് വേണ്ടി മാത്രം. സർക്കാരിന് എന്താണ് ഇതിനകത്ത് മറുപടി പറയാനുള്ളത്? സർക്കാരിന് അങ്ങനെ മറുപടി ഒന്നും പറയാനില്ല. സർക്കാരിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം ഇതുവരെ കേരളം എങ്ങനെ എത്ര ഭംഗിയായിട്ട് മുന്നോട്ട് പോയിരുന്നോ അതിന് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ്. കേരളത്തിലെ പിള്ളേർ, DYFI പിള്ളേർ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടാതെ, കയ്യിൽ പച്ച കുത്താതെ, ഇഷ്ടമുണ്ടെങ്കിലും പച്ച കുത്താതെ രക്തം കൊടുക്കുവാനും, ആളുകളിൽ നിന്ന് ഭക്ഷണപ്പൊതികൾ പിരിച്ചെടുത്തിട്ട് അത് ഹോസ്പിറ്റലിൽ കൂട്ടിരിക്കുന്നവർക്കും രോഗികൾക്കും ഭക്ഷണം കൊണ്ടുകൊടുക്കാനും വേണ്ടിയിട്ട് അഹോരാത്രം പ്രയത്നിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ, യുവാക്കൾ നമ്മുടെ കേരളത്തിലുണ്ട്. അവരത്തരം പ്രവർത്തികൾക്കെല്ലാം എങ്ങനെയാണ് പാര വയ്ക്കുക എന്നത് മാത്രമായിട്ട് അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേരളം. കേരളത്തിൽ ഇപ്പോഴത്തെ ഭരണകൂടം. അതുകൊണ്ട് തന്നെ ഇതിനൊന്നും വലിയ സമയമില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അലി കടുകശ്ശേരി എന്ന നമ്മുടെ പ്രിയപ്പെട്ട കവിയുടെ ഒരു കവിത പൊതിച്ചോറിനെ കുറിച്ചായിരുന്നു. അതിൽ ആ കവി എഴുതുന്ന വാചകങ്ങൾ ഇങ്ങനെയാണ്: മെഡിക്കൽ കോളേജിലെ പൊതിച്ചോർ, ആരോ കൊടുത്തുവിട്ട സ്നേഹപ്പൊതി, മോരുകറിയും പയറുപ്പേരിയും വറുത്ത മീൻ കഷ്ണവും ചേർത്ത് വയറ് നിറച്ചുണ്ടു. തന്നതാരെന്ന് തിന്നവനും തിന്നതാരെന്ന് തന്നവനും അറിഞ്ഞില്ല. രണ്ടുപേരും അറിഞ്ഞത് ഒറ്റ മിനിറ്റ്. കവിതയ്ക്ക് അപ്പുറം ഇദ്ദേഹത്തിന്റെ വാക്കുകൾ. ചോറിന്റെ പേരിലും ഒരു തരത്തിലുള്ള സംഘർഷം ഉണ്ടായിട്ടില്ല. കാത്തു നിൽക്കുന്ന പാവപ്പെട്ട മനുഷ്യരുണ്ട്. പൊതിച്ചോറ് വാങ്ങിത്തുന്ന മനുഷ്യരാരും പൊതിച്ചോറ് കൊടുത്തവർക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഭൂരിപക്ഷം ആളുകളും പൊതിച്ചോറ് വാങ്ങിത്തുന്നവൻ ഇന്നയാൾക്ക് വോട്ട് കൊടുക്കാവൂ എന്ന് കൊടുത്തവൻ പറഞ്ഞിട്ടുമില്ല.
വിശപ്പ് മാത്രമായിരുന്നു രാഷ്ട്രീയം. അപരനോടുള്ള കരുതൽ അത് കുറച്ച് ചെറുപ്പക്കാർ ചെയ്യാൻ തീരുമാനിച്ചാൽ നമ്മൾ എന്തിനാണ് മുടക്കുന്നത്? തീർച്ചയായിട്ടും ആരോഗ്യവകുപ്പ് മന്ത്രി അത് ശ്രദ്ധിക്കുമെന്നറിയുന്നു. ഈ കെട്ടകാലത്ത് ചില മനുഷ്യരെങ്കിലും നന്മയുടെ ഇല്ല, ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് ഇപ്പോഴും അതിന് സമയമൊന്നുമില്ല എന്നാണ് ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചത്. ഇന്ന് അദ്ദേഹത്തിന്റെ പരിഹാസം വന്നിട്ടുണ്ട്. അത് പിണറായി വിജയനെതിരെയാണ്. കേൾക്ക്. അതിന് ഏറെ വ്യാഖ്യാനങ്ങൾ നടത്തി ബഹളം ഉണ്ടാക്കി അവസാനം അതിന്റെ പേരിൽ ഒരു കുഴപ്പമില്ല, സഭയിൽ ബഹളമില്ല, ഒന്നുമില്ല. പെട്ടെന്ന് പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് ഒരാൾ മൂപ്പർക്ക് അവിടെ ഇരിക്കുമ്പോൾ ഒരു വിമിഷ്ടമുണ്ട്. കാരണം ഇവിടെ 10 വർഷം ഇരുന്ന് എല്ലാം ഉള്ളം കയ്യിൽ ഒതുക്കിയതാണല്ലോ. ഇത് അപ്പുറത്തേക്ക് മാറിയിരുന്നപ്പോൾ ആ സീറ്റ് ശരിയാണ്, എല്ലാം ഉള്ളം കയ്യിൽ ഒതുക്കിയതായിരുന്നു. കേരളത്തെ അത്രയും ഭംഗിയായിട്ട് കൊണ്ടുപോയതാണ്. ഈ ഇരുന്ന് പരിഹസിക്കുന്ന ഈ മനുഷ്യൻ ഭരണം തുടങ്ങിയിട്ട് വെറും 60 ദിവസം കഴിഞ്ഞവയ്ക്കും 100-ൽ ചില്ലറ ആളുകളാണ് കേരളത്തിൽ വെറും പനി പിടിച്ച് മരിച്ചുപോയത്. വെറും പനി പിടിച്ചിട്ട്. ഈ പരിഹസിക്കുന്ന നമ്മുടെ ആരോഗ്യമന്ത്രി അതൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞാൽ കൊള്ളാം. അപ്പോൾ സുഹൃത്തുക്കളെ, വിനായക ചേട്ടൻ പറഞ്ഞ പോലെ നിർണായകമായിരുന്നു PSC പരീക്ഷ പോലും. ബൈ.